മാമനോ രാവിലെ തന്നെ എങ്ങോട്ടോ? എനിക്ക് മാമനാവാനുള്ള പ്രായമുള്ളതുകൊണ്ട് മാത്രമല്ല അവ എന്നെ മാമാന്ന് വിളിച്ചത്. അതിനൊരു കാര്യമുണ്ട്. വേണ്ട, ഇത് അനങ്ങിയൊന്നുമില്ല. ഈർക്കലയിൽ കാറ്റടിച്ചാണെങ്കിൽ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. എന്താ ഇന്ന് ഈർക്കിലളിയാന്നോ? ആണോ മക്കളെ? എന്ന് ഈർക്കിലളിയേ ഉള്ളോ? വല്ല ക്രിക്കറ്റ് ഫുട്ബോൾ കളിച്ചൂടെ? നമ്മൾ ഈ വയ്യാത്ത കാലം വെച്ച് ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ എങ്ങനെയാണ് കളിക്കുന്നത്? നമുക്ക് ഈ ഈർക്കലളിയൊക്കെ മതി. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് കുറച്ച് പ്രായമായവരുമായിട്ടായിരുന്നു കൂടുതൽ കമ്പനി. അങ്ങനെ ഇരിക്കും ഒരു ദിവസം നീ എപ്പോഴും മാമന്മാരോടാണല്ലടാ മാമൻ മനു. എല്ലാവരും നല്ല രീതിയിൽ കളിയാക്കിയിട്ടും ഞാൻ മാമന്മാരുമായിട്ടുള്ള കൂട്ടൊന്നും വിട്ടില്ല. അങ്ങനെ കാലം കടന്നുപോയി. മാമന്മാർക്ക് പ്രായമായി. കണ്ട അമ്മാവ, ഇതാ ഫേസ്ബുക്ക്. മക്കളെ എനിക്കും കൂടെ ഇതിന്റെ പരിപാടി ഒന്ന് പഠിപ്പിച്ചാടാ. അമ്മാവൻ എന്തിനായി വയസ്സാം കാലത്ത് ഫേസ്ബുക്ക് ഒക്കെ? അപ്പുറത്തെ രാഘവനും വിശ്വനൊക്കെ ഫേസ്ബുക്ക് ഉണ്ട്. അതുകൊണ്ടല്ലടാ, എൻ്റെ കൂടെ 10 പഠിച്ച രമണിയും ലീലയൊക്കെ ഒന്ന് ഇതിനകത്തുണ്ടെന്ന് അറിഞ്ഞു. ഒന്ന് കാണാനാ. അവരെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അത് മാത്രമല്ല, മാമന്റെ ഈ കടയും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റും. ഞാൻ എല്ലാം പഠിപ്പിച്ചു തരാം. അത് കൊള്ളാടാ മക്കളെ. അതാകുമ്പോ ഒരു പിടിക്ക് 2 പക്ഷി. അമ്മാവോ ചുമ്മാതല്ല, കട അടച്ചിട്ട് ഫുൾ ടൈം ഇവിടെ തന്നെ ഇരിക്കുന്നത്. നീ എന്താടാ കോളേജ് ടൂറിന് വരുന്നില്ലെന്ന് പറഞ്ഞേ? ഇല്ലടാ, ഞാനങ്ങ് വരുന്നില്ല. നമ്മുടെ കോളേജിൽ അവസാനത്തെ ടൂർ അല്ലേടാ, നീ വരാതിരുന്ന എങ്ങനെയാ? എടാ, കോളേജ് ടൂർ 15-ാം തീയതി ഇല്ലേ? എനിക്കന്ന് വേറൊരു പരിപാടിയുണ്ട്. ഇതിനെക്കാട്ടിലും വലിയ പരിപാടി നിനക്ക് വേറെ എന്തോ? എനിക്കന്ന് നമ്മുടെ മാമന്മാരുടെ ടൂർ പോകണം. മാമന്മാരുടെ ടൂറോ? എവിടെ? അത് പഴനി, മധുര വഴി തിരുപ്പതി. ഒരു 4 ദിവസത്തെ തീർത്ഥയാത്ര. ഗോവിന്ദ ഗോവിന്ദ. ഓ, അപ്പം നമ്മളെക്കാട്ടി വല്ല നിനക്ക് ആ മാമന്മാര്. ആന്ധ്രാ ആന്ന്. കാലം പിന്നെയും കുറച്ചുകൂടെ മുന്നോട്ട് പോയി. അമ്മാവ ഈ ഫേസ്ബുക്കിന്റെ ഒക്കെ കാലം കഴിഞ്ഞ് ഇനി അങ്ങോട്ട് വാട്സപ്പും ഇൻസ്റ്റാഗ്രാം ഒക്കെയാ. അതൊക്കെ എനിക്കറിയാം കൊച്ചനെ. അത് രണ്ടും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓ, ഇതൊക്കെ എടുത്ത് വെച്ചേക്കുന്ന കള്ളൻ. ഇതിൽ എൻ്റെ പടം വെച്ചിട്ട് ഗുഡ് മോർണിംഗ്, സുപ്രഭാതം, ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അതൊന്ന് പഠിപ്പിച്ചോടാ. അത്രേ ഉള്ളൂ. അതിനൊക്കെ ഒരു ആപ്പുണ്ട്. ആപ്പോ? ഒരുപാട് ആപ്പൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. ആണ്ടെ 2 കാൽക്കുലേറ്റർ കിടപ്പുണ്ട്. കാൽക്കുലേറ്റർ ആ ആപ്പൊന്നും അല്ല, അത് വേറെ ആപ്പാ. ഞാൻ പഠിപ്പിച്ചു തരാം. എല്ലാവരും എൻ്റെ കൂടെ ചോദിക്കുമായിരുന്നു ഞാൻ എന്തിനായി മാമന്മാരോടെ കൂട്ടുകൂടുന്നതെന്ന്. എനിക്കതിനൊരു കാരണം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ആരോടും പറയാനൊന്നും നിന്നില്ല. പക്ഷേ അത് പറയേണ്ട ഒരു ദിവസം വന്നു. എന്താ ഡോക്ടർ, അവൻ എന്തു പറ്റി? നിന്റെ കൂട്ടുകാരനൊരു ആക്സിഡൻ്റ് ആയതാ. നമ്മളെ കൊണ്ട് പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്ത്. പക്ഷേ നീ അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചോ? അയ്യോ ഡോക്ടർ, എന്തെങ്കിലും ചെയ്ത് അവനെ ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ? ഇല്ലടോ, മെഡിക്കൽ സയൻസിൽ ഇതിനൊരു പ്രതിവിധിയില്ല. ഇനി ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്താ ഡോക്ടർ, ഹോമിയോ ആണോ? അതൊന്നുമല്ല. അവൻ അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ചെയ്തു കൊടുത്തിട്ട് അവനെ മരണത്തിന് വിട്ടുകൊടുക്കുക. സാർ, ഞാൻ എത്ര പണം വേണേലും ഞാൻ തരാം. അവനെ എന്തെങ്കിലും ചെയ്തൊന്ന് രക്ഷിക്കും. ഇത് വല്ലാത്ത എന്നൊരു കാര്യം ചെയ്യും. ഇവിടെ അടുത്ത് ആമസോൺ കാട്ടിൽ ഒരു മരുന്നുണ്ട്. ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ രക്ഷപ്പെടും. പക്ഷെ ഒരു 50 ലക്ഷം രൂപയാവും. 50 ലക്ഷം? അന്ന് അത്രയൊന്നും വേണ്ട. അവൻ മരിക്കട്ടെ, സമാധാനമായിട്ട് മരിക്കട്ടെ. അവൻ്റെ ആഗ്രഹം നമുക്ക് നടത്തി കൊടുക്കാം. അതാ തന്നെ വിളിച്ചത്. അവൻ അവസാനമായിട്ട് തന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. താൻ പോയി ഒന്ന് കാണുന്നത് ആ റൂമിൽ കിടപ്പുണ്ട്. എടാ, നിനക്ക് ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞ് ബ്ലഡ് ഒന്നും കാണുന്നില്ലല്ലോടാ. അത് ഇന്റേണൽ ബ്ലീഡിങ് ആയതുകൊണ്ടാടാ പുറത്ത് ബ്ലഡ് ഒന്നും കാണാത്ത. എടാ, ഡോക്ടർ പറഞ്ഞ് നിനക്ക് കുഴപ്പമൊന്നുമില്ലാന്ന്. എന്നാലും ഞാൻ ചോദിക്കുക, നിനക്ക് ഈ അവസരത്തിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഞാൻ നടത്തി തരാം. എനിക്കങ്ങനെ ആഗ്രഹങ്ങൾ ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്തോടാ പറ, ഈ സുഹൃത്ത് നിനക്ക് നടത്തി തരും. ഞാൻ പണ്ട് തൊട്ട് നിൻ്റെ അടുത്ത് ചോദിക്കണമെന്ന് വിചാരിച്ചേ, നീ എന്തിനാ എപ്പോഴും ഈ മാമന്മാരെ ഇട്ട് കമ്പനി അടിച്ച് കിടക്കുന്നത്? എടാ, അത് കുഴപ്പമില്ല, നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ പറയണ്ട. ഇല്ലടാ, ഞാൻ പറയാം. എടാ, നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുണ്ട്. അത് ഞാൻ പണ്ടേ മനസ്സിലാക്കിയോണ്ടാ ഞാൻ മാമന്മാരുമായിട്ട് കൂട്ടുകൂടിയത്. എന്ത് പ്രശ്നം? അത് ഇന്നലെ ആയിരുന്നു എൻ്റെ ആദ്യത്തെ പെണ്ണാളിൽ. 1-2 ദിവസത്തിനുള്ളിൽ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ആൾ വരും. അങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരാദ്യം വന്ന് തിരക്കുന്നത് ജംഗ്ഷനിലെ കടയിലായിരിക്കും. ജംഗ്ഷനിൽ കട നടത്തുന്നത് ആരാ? സുകുമാരൻ മാമൻ. അയാൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും മോശം പറയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇനിയിപ്പോൾ താഴത്തെ ജംഗ്ഷനിൽ ഒന്ന് ചോദിച്ചാലോ, അവിടെ നമ്മുടെ രാഘവ മാമൻ. എല്ലാ ജംഗ്ഷനിലും എൻ്റെ ആൾക്കാരുണ്ട്. ഞാൻ വളർത്തുന്ന നായകളാടാ അവരെനിക്ക് വേണ്ടി കുരയ്ക്കും. നിനക്കൊരു ഗുരുവില്ലേ? എടാ, നിന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ വേണ്ടി ഞാൻ സെറ്റ് ചെയ്താടാ ഇതൊക്കെ. പന്നി. എന്നാലും നീ കൊള്ളാലടാ, ഇത്രയും കാലം. നീ ഇനിയിപ്പോൾ ഇത് ആരോടും പറയാനൊന്നും നിൽക്കണ്ട. പറഞ്ഞ
പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പട്ടികളില്ലേ, അവർ ഞാൻ പറഞ്ഞ കടിക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ കാലങ്ങളായി കാത്തിരുന്ന ദിവസം വന്നെത്തി. ചേട്ടാ, ഈ പ്രഭാകരന്റെ മകൻ മനുവിന്റെ വീട് എവിടെയാ? മനുവോ? അത് നമ്മുടെ പയ്യനാ. എന്തോ കാര്യം? ഒരു കല്യാണ കാര്യത്തിനായിട്ടായിരുന്നേ. കല്യാണോ? നിങ്ങളെല്ലാം ആലോചിച്ചെടുക്കെ തന്നെയാണോ? ആ, ചെറുക്കനെ കുറിച്ച് അന്വേഷിക്കാനാണ് ഇറങ്ങിയത്. ചെറുക്കന്റെ സ്വഭാവമൊക്കെ എങ്ങനെയുണ്ട്? അന്വേഷിക്കാനും ഒന്നുമില്ല. ഇതുപോലൊരു പിഴ ഈ പഞ്ചായത്തിലില്ല. എടാ, അവൻ എന്നും വെള്ളമോ, ഡെയിലി കഞ്ചാവ് കുടിച്ച് വെള്ളം അടിച്ച് കറങ്ങി നടക്കുന്ന അവൻ്റെ പരിപാടി. ഇവൻ ആ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് ആ പെണ്ണിനെ വല്ല പൊട്ടക്കെട്ടിലും തള്ളിയിടുന്നതാ. നിങ്ങൾ ഈ പഞ്ചായത്തിൽ നിന്നേ നോക്കണ്ട, വേറെ ഏത് നാട്ടിൽ പോയി നല്ല പയ്യന്മാരെ നോക്കാൻ നോക്ക്. നിങ്ങളെ കണ്ടത് എന്തോലും ഭാഗ്യമായി കേട്ടോ, ഇല്ലെങ്കിൽ എൻ്റെ കൊച്ചിന്റെ ജീവിതം നശിച്ച് പണ്ടാറടങ്ങി പോയേനെ. നമ്മളിനി ആൾക്കാർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്താലും അവരവരുടെ തോന്നിയത് മാത്രമേ പറയത്തുള്ളൂ. ഞാൻ ഇത്രയൊക്കെ ഇയാളോട് പറഞ്ഞത് ഇയാൾ ആരോടും പോയി പറയത്തില്ലെന്ന് വിചാരിച്ചാട്ടോ. നമ്മൾ മാത്രം ഇത് അറിഞ്ഞാൽ മതി. ഒരുപാട് പ്ലാൻ ചെയ്ത് കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചതാ, അത് പാളിയപ്പോൾ ഭ്രാന്തായിപ്പോയി. പാവം. എനിക്ക് മാമനാവാനുള്ള പ്രായമുള്ളതുകൊണ്ട് മാത്രമല്ല അവൻ എന്നെ മാമാന്ന് വിളിച്ചത്. എല്ലാവരും നല്ല രീതിയിൽ കളിയാക്കിയിട്ടും ഞാൻ മാമന്മാരുമായിട്ടുള്ള കൂട്ടൊന്നും വിട്ടില്ല. എല്ലാവരും എൻ്റെ കൂടെ ചോദിക്കുമായിരുന്നു ഞാൻ എന്തിനാ ഈ മാമന്മാരുടെ കൂട്ട് കൂടുന്നതെന്ന്. എനിക്കതിനൊരു കാരണം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ആരോടും പറയാനൊന്നും നിന്നില്ല. ഞാൻ ഇത്രയൊക്കെ ഇയാളോട് പറഞ്ഞത് ഇയാൾ ആരോടും പോയി പറയത്തില്ലെന്ന് വിചാരിച്ചാട്ടോ. നമ്മൾ മാത്രം ഇത് അറിഞ്ഞാൽ മതി.